ഇന്ന് മലപ്പുറം സ്പെഷ്യലായിട്ടുള്ള മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. അയല മീൻ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു കറിയിൽ നമ്മൾ ഉള്ളി തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു മീൻ വറ്റിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അയല മീനായിട്ട് എടുത്തിട്ടുള്ളത്. മത്തിയിലും ഇത് ഉണ്ടാക്കിയെടുക്കട്ടെ, നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യുള്ള മത്തിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ ഇതാ കഴുകി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ മീനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മീനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മീനൊന്ന് മാറ്റിയേക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാളംപുളിയാണ് കേട്ടോ. പുളി കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു മൺചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു കറിയിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ. മസാലപ്പൊടികൾ വറുത്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു മസാലയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു കറിയിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ ഇത്. നല്ല മീനൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റിയിട്ടുള്ള ഒരു കറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും പുളിൻ്റെ ടേസ്റ്റും മല്ലിൻ്റെ ടേസ്റ്റൊക്കെ കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി നന്നായിട്ട് തിളക്കണം കേട്ടോ. തിളച്ച ശേഷം ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും അതുപോലെ ഒരു മല്ലിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യത്തെ 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മീൻ കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ അത് കുക്കായിട്ടുണ്ട്. അതുപോലെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉലുവാപ്പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു കറി സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഉള്ളി തക്കാളി ഇതൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു രീതിയിൽ മീൻ വറ്റിച്ചത് നിങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.